നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ട്രാഫിക് നിയമങ്ങൾ നടപ്പാക്കുന്നത് എല്ലാ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിദേശികളുടെയും എല്ലാ തരത്തിലുള്ള സുരക്ഷയും മുൻനിർത്തിയാണ്. പുതിയ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കാൻ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ഇടയ്ക്ക് രംഗത്തെത്താറുണ്ട്. ഇപ്പോഴിതാ കുട്ടികളുമായി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കർശന നിർദ്ദേശങ്ങളുമായി എത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. ഇത്തവണ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തരുതെന്ന കർശന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരിക്കാൻ കുട്ടികളെ അനുവദിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വളരെയേറെ ഭീഷണിയാണ്. അതിനാൽ കുട്ടികളെ വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരുത്തുന്ന അപകടകരമായ ശീലം കുടുംബാംഗങ്ങൾ ഒഴിവാക്കണമെന്ന് അബുദാബി പോലീസ് നിർദ്ദേശിച്ചു. ഈ വർഷം ആദ്യത്തെ 6 മാസങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തിയ 180 പേരെ പിടികൂടിയതായി പോലീസ് വ്യക്തമാക്കി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനങ്ങളുടെ പിൻ സീറ്റിൽ മാത്രം ഇരിക്കുകയും സീറ്റ് ബെൽറ്റ് ധരിക്കുകയും വേണം. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉചിതമായ ചൈൽഡ് സീറ്റുകളിൽ ഇരുത്തണമെന്നും പോലീസ് അറിയിച്ചു. യുഎഇ ട്രാഫിക് നിയമപ്രകാരം 10 വയസ്സിൽ താഴെയോ 145 സെന്റിമീറ്ററിൽ താഴെയോ ഉയരമുള്ള കുട്ടികൾക്ക് വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവാദമില്ല. യുഎഇയിൽ ഉണ്ടായിട്ടുള്ള റോഡ് അപകടങ്ങളിൽ ഒട്ടേറെ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ട്രാഫിക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവയിൽ പല കേസുകളിലും മുൻ സീറ്റിൽ കുട്ടികളെ ഇരുത്തിയതുകൊണ്ട് മാത്രം അപകടത്തിൽപ്പെട്ടവരാണ്. അപകടങ്ങളും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കുന്നതിന് വാഹനങ്ങൾക്കുള്ളിൽ ചൈൽഡ് സീറ്റുകൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അബുദാബി പോലീസ് ഊന്നിപ്പറഞ്ഞു. അതുപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾക്കുള്ളിൽ കുട്ടികളെ തനിച്ചാക്കി പോകുന്നത് മരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്ന അശ്രദ്ധയാണെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കുന്ന ഡ്രൈവർമാർക്ക് 400 ദിർഹം പിഴ ചുമത്തും. ട്രാഫിക് നിയമപ്രകാരം വാഹനം പിടിച്ചെടുക്കുകയും ഉടമയ്ക്ക് 5000 ദിർഹം പിഴ ചുമത്തുകയും ചെയ്യും. 4 വയസ്സിനും അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചൈൽഡ് കാർ സീറ്റ് നൽകാത്ത കുടുംബങ്ങൾക്ക് 400 ദിർഹം പിഴ ചുമത്താനും യുഎഇ ട്രാഫിക് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ റെഡ് സിഗ്നൽ മറികടന്നാൽ കടുത്ത ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അബുദാബി പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചുവപ്പ് സിഗ്നൽ കടന്നാൽ ലഘുവാഹനങ്ങൾക്ക് 1000 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 12 ബ്ലാക്ക് മാർക്കുമാണ് ശിക്ഷ. കൂടാതെ ഈ വാഹനങ്ങൾ ട്രാഫിക് ചട്ടപ്രകാരം 30 ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ചരക്ക് വാഹനങ്ങൾക്ക് 3000 ദിർഹമാണ് പിഴ. കൂടാതെ നിയമം ലംഘിച്ച ഹെവി വാഹന ഡ്രൈവർമാരുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും. ഗുരുതരമായ നിയമലംഘനം മൂലം പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ അബുദാബി എമിറേറ്റ്സിൽ 500,000 ദിർഹം നൽകണമെന്നാണ് നിയമം. നിശ്ചിത കാലാവധി കഴിഞ്ഞ് വാഹനങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികൾ പൂർത്തിയാക്കാതിരുന്നാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ പരസ്യലേലത്തിൽ വിൽക്കുന്നതാണ്. കാൽനട യാത്രക്കാർക്കുള്ള ചുവപ്പ് സിഗ്നൽ മറികടന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.